ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആട്ടോ. റെഡ് കാർ ആൻഡ് റെഡ് വണ്ടി. എയർപോർട്ട് വന്നിട്ട് ഹീത്രൂ എയർപോർട്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കൊരു 1.5 hour ഉണ്ടായിരുന്നുള്ളൂ ഒരു ജേർണി. പിന്നെ 9:30 നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ടൈം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 40 minutes നമുക്ക് ഡിലേ ആയിരുന്നു. ഒരു 10-15 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് തന്നെ ആയത്. പിന്നെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ചെക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഓൾറെഡി നമുക്ക് ബോഡി പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് നേരെ പോയത് ഡ്യൂട്ടി ഫ്രീ കുറേ ഷോപ്സിൽ നിരങ്ങാനാണ്. അവിടെ നമ്മൾ പോയി നോക്കിയപ്പം വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുപ്പിക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടെന്ന്. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയില്ല. നമ്മൾ കോസ്റ്റ്കോയിൽ മേടിച്ചതിൻ്റെ അത്ര പോലും ലാഭം ഉണ്ടായിരുന്നില്ല ഈ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട്. മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സൊക്കെ നമ്മൾ കുറേ തപ്പിയെങ്കിലും നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്നാക്ക് നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു കോഫി മേടിച്ച് നമ്മൾ ഗേറ്റ് നമ്പറിൻ്റെ അവിടെ പോയിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വീട്ടിലൊക്കെ വിളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരുവാണല്ലോ. പലരോടും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. 8:30 ഒക്കെ കഴിഞ്ഞപ്പം ബോർഡിങ് സ്റ്റാർട്ടായി. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എത്തിഹാദായിരുന്നു. എത്തിഹാദിൻ്റെ ടിക്കറ്റ് എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ അടിപൊളി ഫ്ലൈറ്റാണ്, അടിപൊളി ഫുഡായിരുന്നു എന്നൊക്കെ. പേഴ്സണലി ഞങ്ങളുടെ രണ്ടുപേരുടെയും എക്സ്പീരിയൻസും നമ്മുടെ ഫ്ലൈറ്റ് ജേർണി എന്ന് പറയുന്നതും അത്രയ്ക്ക് വലിയ സ്വീകരണമല്ലായിരുന്നു. പക്ഷേ ജേർണി വാസ് ഗുഡ്, ബട്ട് ഫുഡ് ഭയങ്കര ബോറായിരുന്നു. എക്സ്പീരിയൻസ് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ വിൻഡോ നമ്മുടെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ടായി. ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിലെ സീറ്റിലാണ് നമ്മൾ രണ്ടുപേരും കിട്ടിയത്. അതൊന്നും ഈ 3 row ഞാനും ഇച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ജേർണി ടു അബുദാബി നമുക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് കിടക്കാൻ പറ്റി. കാരണം നമുക്ക് സീറ്റ് അത്രയും അവൈലബിൾ ആയതുകൊണ്ട് കിടക്കാനൊക്കെ പറ്റി. പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിലെ ഫുൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ വ്യൂ, അങ്ങനെ അതിലെന്തൊക്കെയുണ്ട്, ഗെയിമുണ്ടോ കാര്യങ്ങളുണ്ടോ, മൂവി ഏതൊക്കെയാണെന്നൊക്കെ തപ്പി ഇരിക്കുകയാണ് ഹിച്ചായിൻ്റെ പണി. അങ്ങനെ നമ്മൾ അത്യാവശ്യം പോസ്റ്റായിരുന്നു. കാരണം നല്ല ഡിലേ ഉണ്ടായിരുന്നു. ഒരു 40 minutes ഡിലേ ഉണ്ടായിരുന്നു. 9:30 എടുക്കേണ്ട ഫ്ലൈറ്റ് എടുത്തത് നമ്മൾ എത്തിയാതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് സ്കൈ സ്കാനർ ത്രൂ ആട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതൊരു 4-5 months മുമ്പേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആനുവൽ ലീവ് പാസ്സായി കിടക്കുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിടും. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 988 pound ആയിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് 2 പേർക്കും. അതുമല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബാഗേജ് എന്ന് പറഞ്ഞാൽ 40 kg കിട്ടിയിട്ടുണ്ടായിരുന്നു പെർ ടിക്കറ്റിന്, പ്ലസ് 7 kg ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സ്കൈ സ്കാനർ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓഫറായിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ലണ്ടൻ ടു അബുദാബി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമായിരുന്നു എന്താ പറയുക, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഫ്ലൈറ്റ് ജേർണിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തൊന്നും ആളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഒരു 1 hour ട്രോളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുവരെ ഡ്രിങ്ക്സോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് മെനു ഇതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡബിൾ ചോക്ലേറ്റ് മോസ് പുഡിംഗ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് പറയുവാണെങ്കിൽ ഗൈസ് എന്താ പറയുക, മാഷും ഒരു ബോയിൽഡ് ചിക്കനും ഇച്ചിരി വെജിറ്റബിൾസും സോട്ട് ചെയ്തത്, എന്താ പറയുക, വേറൊരു സോസൊക്കെ ഒഴിച്ചിട്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാനതിൽ കൊടുക്കുക റേറ്റിങ്ങിന് 1 പോലും ഞാൻ കൊടുക്കില്ല. അത്രയ്ക്ക് വേസ്റ്റ് ഫുഡായിരുന്നു. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, ഭയങ്കര ഒരു വേറെ എന്തൊരു ടേസ്റ്റായിരുന്നു. പിന്നെ ഇപ്പം അവർ നമുക്ക് വെജിറ്റബിൾ സാലഡ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. ഇതെന്ത് പറയുന്നത്, സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് ചോദിച്ചാൽ അതല്ല, പൊട്ടാറ്റോ ആണെന്ന് ചോദിച്ചാൽ അതുമല്ല, സംതിങ് മിക്സ്ഡ്. അതിലെന്തോ ഒരു യോഗട്ട് അടിയിലുണ്ട്. ആ ഒരു പോർഷൻ മാത്രം ഇച്ചിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി സാലഡ് പോലെ എന്തോ കഴിക്കാം, ഒരു സാലഡ് അങ്ങനെ എന്തോ തോന്നിയാണ്. നമുക്ക് ടേസ്റ്റ് വൈസ് ഒട്ടും ആ ഒരു ഫുഡ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഫുഡ്.
എന്താ പറയുക, നമുക്ക് ആ മാഷ് നമ്മൾ നോർമലി കെയർ ഹോമിൽ നിന്നൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നോർമലി കഴിച്ചിട്ടുള്ള ഫുഡൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു 3-4 hours കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്നാക്ക് പോലെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിലെന്താ ടൊമാറ്റോ ചില്ലി അതിൻ്റെ പേസ്റ്റുള്ള ഒരു പേസ്ട്രി അതായിരുന്നു. അതിന് ഇച്ചിരി പുളിയും എന്തോ ഇച്ചിരി എരിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ കൊള്ളായിരുന്നു പേസ്ട്രി. കുഴപ്പമില്ലായിരുന്നു, അത് ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിനായിട്ട് ഒരു ആപ്പിൾ ജ്യൂസ്. നമ്മൾ ബാക്കിലെ സീറ്റും നമ്മുടെ സീറ്റിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കിടക്കാനും റെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമും നല്ലൊരു സ്പേസ് കിട്ടി. അത് മാത്രമാണ് ഇതിലൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ബെനഫിറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത ഇത് നോക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ 0, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, രണ്ടുപേർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കിടക്കാൻ പറ്റി, നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ലണ്ടനിൽ നിന്ന് അബുദാബി വരെയുള്ള ജേർണി ഉണ്ടായിരുന്നത്. ലണ്ടനിൽ നിന്ന് അബുദാബി വരെ നമുക്ക് അതിലൊരു ഹാൻഡ് ക്രീമൊക്കെ കിട്ടുമായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, യൂസ് തന്നെ അത് തീരും, ചെറിയ ട്യൂബായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്യാനൊക്കെ ടൈമായി എന്ന് ക്യാപ്റ്റൻ അനൗൺസ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ ഈ ഒരു ഫിലിം കണ്ടു തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആ ലാസ്റ്റ് നമ്മൾ സേഫ്ലി അബുദാബിയിൽ ലാൻഡായി. അവിടുന്ന് നമ്മൾ ഇച്ചിരി ടൈം എടുത്ത് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട്, നല്ല എന്താ പറയുക, വലിയ ഫ്ലൈറ്റുമാണ്. നമ്മൾ ഏറ്റവും ബാക്കിലെ സീറ്റിലാണായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ടൈമൊക്കെ എടുത്തായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബിയിൽ ലൈ ഓവറിന് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക, കുഴപ്പമില്ലാത്ത നല്ലൊരു വലിയ എയർപോർട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് നേരെ സെക്യൂരിറ്റി ചെക്കപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നോർമൽ ചെക്ക് പോലെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചെക്കും കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റ് നമ്പർ കണ്ടുപിടിച്ചു, അവിടെ പോയിരുന്നു. ഇവിടുന്ന് നോർമലി ആ ഫ്ലൈറ്റ് ഫുള്ളും മലയാളികളായിരുന്നു. കാരണം നമ്മൾ കോഴിക്കോട്ടേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്, അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. എൻ്റെ വീട്ടിലേക്കായിരുന്നു ഫസ്റ്റ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ലണ്ടനിൽ നിന്ന് അബുദാബിയിൽ നിന്ന് നേരെ കോഴിക്കോടും അങ്ങോട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാത്രി 11:30 നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു കാലിക്കറ്റ്. നമ്മൾ അബുദാബിയിൽ നമ്മളൊരു 7:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നിട്ട് 11:30 അങ്ങനെ നമ്മൾ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് കയറി. നമ്മുടെ ഫ്ലൈറ്റ് അവിടുന്ന് വന്നിട്ടുള്ളത് എയർ അറേബ്യേൻ്റെ ഫ്ലൈറ്റ് ആട്ടോ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. കുറേ മണിക്കൂറുകൾ വിശന്നിരുന്നിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു യോഗേർട്ടും ഒരു വെള്ളക്കുപ്പിയുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ വേറൊരു പച്ച വെള്ളം പോലും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിനൊക്കെ അവർ പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് വേറെ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഓൾറെഡി മീൽ ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതും ഇല്ലായിരുന്നു. അത് നമ്മൾ സേഫ്ലി ലാൻഡായിട്ടോ. ഇമിഗ്രേഷൻ നമ്മുടെ ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടെ ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടുകാരൊക്കെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നാട്ടിലെ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, സീ യു.